നമ്മൾ ഇന്ന് രൂപക തൽപുരുഷനാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ആയ വന്നാൽ കർമ്മധാരയൻ പഠിച്ചു. ഇന്ന് രൂപക തൽപുരുഷനാണ്. ആകുന്ന വന്നാൽ രൂപക തൽപുരുഷൻ. എളുപ്പപ്പണിയാണ് ഞാനീ പറയുന്നത്. ആകുന്ന, ആയ വന്നാൽ കർമ്മധാരയൻ, ആകുന്ന വന്നാൽ രൂപക തൽപുരുഷൻ. അപ്പൊ ആകുന്ന രൂപക തൽപുരുഷൻ. അല്ല സാറേ, ഇത്തിരി ഗ്രാമറായിട്ടൊക്കെ സാറൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഉപകാരമായിരുന്നു. കേട്ടോ, പൂർവപദവും ഉത്തരപദവും അഭേദാർത്ഥത്തിൽ സമാസിക്കുന്ന തൽപുരുഷൻ. വല്ലതും മനസ്സിലായോ? സാധാരണഗതിയിൽ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എളുപ്പപ്പണി പറഞ്ഞത്. ആകുന്ന വന്ന തൽപുരുഷൻ, ഇതൊരു വേഡ്. ഈ വേഡ് മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ വിഗ്രഹിക്കണം. അപ്പോ ജീവിതത്തിന്റെ ഗ്രന്ഥമല്ല. ചിലപ്പോൾ ഓപ്ഷനിൽ അങ്ങനെയൊക്കെ ചോദിച്ചു കളയും. ജീവിത ഗ്രന്ഥം, ജീവിതത്തിന്റെ ഗ്രന്ഥം, ജീവിതത്തിൽ ഗ്രന്ഥം, ജീവിതമാകുന്ന ഗ്രന്ഥം, ജീവിതമായ ഗ്രന്ഥം. മീനിങ് ഫുൾ ഏതാ? ജീവിതമാകുന്ന ഗ്രന്ഥമാണ്. കണ്ടോ? അപ്പോ ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്. എന്താണ് പൂർവപദം, ആദ്യത്തെ പദം, ഉത്തരപദം, അവസാനത്തെ പദം. ഇത് അഭേദാർത്ഥം. അഭേദാർത്ഥം എന്ന് പറഞ്ഞാൽ ഭേദമില്ല. ജീവിതമാകുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ജീവിതം സമം ഗ്രന്ഥം, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജീവിതമാകുന്ന ഗ്രന്ഥമാണ് ജീവിത ഗ്രന്ഥം. അപ്പൊ ആകുന്ന വന്നാൽ കർമ്മധാരൻ. ഹൃദയ സരസ്, ഹൃദയമാകുന്ന സരസ്, ഹൃദയമാകുന്ന സരസ്. സരസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പൊയ്ക, പൊയ്ക. അത് ചിലപ്പോൾ പരീക്ഷിച്ചു പോയി. സംസാര സാഗരം. അതെന്തുവാ സംസാരം? സംസാരത്തിന് തമിഴിൽ ഭാര്യ എന്നാണ് അർത്ഥം കേട്ടോ. അത് തമിഴ്നാട്ടിലൊന്നും ചെന്ന് സംസാരത്തിന് നിന്റെ സംസാരം ശരിയല്ലോ എന്നും പറഞ്ഞേക്കരുത്, അർത്ഥം മാറിപ്പോകും. സംസാര സമം ഭാര്യ എന്നാണ് തമിഴിലെ അർത്ഥം. മലയാളത്തിൽ സംസാരം എന്ന് പറഞ്ഞാൽ ടോക്കിംഗ്. പക്ഷേ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ സംസാര സാഗരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംസാരം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലൗകിക ജീവിതം എന്നാണ്. സംസാര സാഗരം, സംസാരം മീൻസ് ഇവിടുത്തെ ലൗകികമായ ജീവിതം എന്നുള്ള അർത്ഥമാണ്. ഭൗതിക ജീവിതം അല്ലെങ്കിൽ ലൗകിക ജീവിതം എന്നുള്ളതാണ് ഇവിടെ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, വാക്കിന് പല 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 തരത്തിലുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ സംസാര സാഗരം കടല്. അപ്പൊ സംസാര സാഗരം, സംസാരമാകുന്ന സാഗരം. മുഖകമലം, മുഖമാകുന്ന കമലം. കമലം എന്ന് പറഞ്ഞാലും മുഖം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, അത്ര മനോഹരം എന്നുള്ള അർത്ഥത്തിലായി പറയുന്നത്. മുഖമാകുന്ന കമലം. കമലം മീൻസ് താമര. അടിമലർ, അടികൊള്ളാനുള്ള മലർ ആണോ? അല്ല, അടിയാകുന്ന മലർ. തെറ്റിച്ചുകൂടെ പറഞ്ഞു നോക്കണം കേട്ടോ, അപ്പോഴാ നമ്മൾ ശരിക്കും പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊന്ന് തെറ്റിച്ച് പറയുന്നത്. അടിയാകുന്ന മലർ. ഏതടിയാകുന്ന മലർ? അടി മീൻസ് പാദം, പാദമാകുന്ന മലർ എന്നർത്ഥം. അപ്പൊ ഇതൊക്കെയാണ് രൂപക തൽപുരുഷൻ എന്ന് പറയുന്നത്. സ്ഥിരം ചോദിക്കാറുള്ളത് അടിമലരും ഹൃദയ സരസ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ജീവിത ഗ്രന്ഥം എനിക്ക് തോന്നുന്നു ജീവിതത്തിന്റെ ഗ്രന്ഥം, ജീവിതത്തിലെ ഗ്രന്ഥം, ജീവിതമായ ഗ്രന്ഥം, ജീവിതമാകുന്ന ഗ്രന്ഥം എന്നൊക്കെ ഓപ്ഷൻ തന്നിട്ട് ഏതാണ് ശരി എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പോ രൂപക തൽപുരുഷൻ മനസ്സിലായല്ലോ. ആയാ വന്നാൽ കർമ്മധാരയൻ, ആകുന്ന വന്നാൽ രൂപക തൽപുരുഷൻ. എളുപ്പമുണ്ടോ? ഓക്കെ.